Hi friends, welcome to Zyber Zone. ഇന്ന് ഞാൻ കൈൻ മാസ്റ്റർ ആപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നുകൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഫസ്റ്റ് മൊബൈൽ എടുത്തിട്ട് കൈൻ മാസ്റ്റർ ആപ്പ് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ കൈൻ മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീനായിരിക്കുള്ളൂ വരുന്നത്. ഇനി അതിൽ നിന്ന് ഈ പ്ലസ് ഐക്കൺ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എംപ്റ്റി പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു സ്ക്രീനായിരിക്കും കാണുന്നത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്കിതിൽ നിന്ന് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ മീഡിയ ബ്രൗസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഗാലറിയിലുള്ള ഇമേജസും വീഡിയോസൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഇനി ഇതിൽ ഏതിലാണോ നിങ്ങളുടെ വീഡിയോ കിടക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ ചാനലിൻ്റെ ലോഗോ ആണ്. ഞാനിതെൻ്റെ കുക്കിംഗ് ചാനലിന് വേണ്ടി ഉള്ള എഡിറ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ചാനലിൻ്റെ ലോഗോ ആണ് ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം വീണ്ടും മീഡിയ ബ്രൗസർ എടുത്തിട്ട് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്യാമറയിലാണ് ഗാലറിയിലുള്ള വീഡിയോസും ഇമേജസൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഏത് വീഡിയോസാണോ വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇമേജസ് വെക്കുന്നതിന് മുമ്പേ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അൽഫാം ഉണ്ടാക്കിയ വീഡിയോ ആണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വേറൊരു ചാനലായ ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ് എന്ന ചാനലിന് വേണ്ടിയുള്ള എഡിറ്റിംഗ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിക്കവർക്കും എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ആവശ്യമുള്ള വീഡിയോസ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഓരോ വീഡിയോസും ഇതേപോലെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ. ഇനി വീണ്ടും വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്തേക്ക് തന്നെ പോവാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വേണമെങ്കിൽ ഇമേജസ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ലെയർ എന്ന് കൊടുത്തിരിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മീഡിയ എടുക്കുക. എന്നിട്ട് വേണം പിന്നെ ഇമേജസ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇമേജ് വെക്കുമ്പോൾ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇമേജ് ഒരുപാട് സൂം ചെയ്ത് പോവും. അപ്പോൾ ഇങ്ങനെ പിക്ചർ സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ ഓപ്ഷനുണ്ട്. ക്രോപ്പ് ചെയ്യാനും ഓവറോൾ അനിമേഷനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. അതിലേതാണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഇമേജ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമുക്കിതിന് അടുത്തത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഹെഡിങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഇതിൽ ലെയർ എന്നിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എന്താണോ ഹെഡിങ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ഓക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. പല ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കളേഴ്സ് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ആ ടൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ഒക്കെ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ടൈറ്റിൽ ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ഓരോന്നിൻ്റെയും ടൈറ്റിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ടൈറ്റിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത്ര ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും വെക്കാവുന്നതാണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അടുത്ത ഇൻഗ്രീഡിയൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് വീഡിയോ അല്ല വേറെ എന്തെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് ടൈറ്റിൽ ഒക്കെ ഇതേപോലെ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ടൈറ്റിൽ ഇൻഗ്രീഡിയൻസ് ആദ്യമേ കൊടുക്കുക, എന്നിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യുക, പിന്നെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കളറും ഒക്കെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ റെക്കോർഡായിട്ടുള്ള മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ മ്യൂസിക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഡിയോ ആണെങ്കിലും ഈ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ഈ വോയിസിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ശബ്ദം തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ ഈ വോയിസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി ലെയറിൽ നമുക്ക് നോക്കാവുന്നത് ഇനി ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ അവിടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്തല്ല അല്ലാതെ എന്തെങ്കിലും വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊക്കെ ഈ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഇതേപോലെ എഫക്റ്റ് കൊടുക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു സ്ക്രീനിൽ നിന്ന് വേറൊരു സ്ക്രീനിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ട്രാൻസിഷൻ എഫക്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ 3D ട്രാൻസിഷൻസ് ഉണ്ട്, ക്ലാസിക് ട്രാൻസിഷൻസ്, ഫൺ ട്രാൻസിഷൻസ്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതിലേതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇതേപോലെ സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഒരു ഓപ്ഷനാണിത്. പിന്നെ ഇതിൽ ക്രോസ് ഫെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഫെയ്ഡ് ത്രൂ ഓപ്ഷനാണ്. ഇതൊക്കെ ആ വീഡിയോക്ക് ആ ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രസൻറ്റേഷനിൽ ക്ലോക്ക് വൈപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ഓപ്ഷനാണ്. പിന്നെ അതേപോലെ തന്നെ ബ്ലോക്ക് ഇൻ എന്ന ഓപ്ഷനാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതേപോലെ വീണ്ടും ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എഫക്റ്റ്, അതിപ്പോൾ ബേസിക് എഫക്റ്റ് എന്ന് പറയുന്നത് മൊസൈക്കും ബ്ലറാക്കാനുള്ള എഫക്റ്റുമാണ്. അപ്പോൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും ഭാഗം ബ്ലർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണത്. ഇതൊന്നും കുക്കിംഗ് വീഡിയോസിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. ഇത് റൊട്ടേറ്റ് മിററിംഗ് ആണ്. നമ്മുടെ വീഡിയോ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതും മിററിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിലീറ്റ് ബട്ടണും നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താനുള്ള ബട്ടൺസൊക്കെ ഉണ്ട്. ഇത് സ്പീഡ് കൺട്രോളാണ്. അപ്പോൾ വീഡിയോ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോ സ്ലോ ആയിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടാൻ വേണ്ടി മിക്കവരും അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ കളർ ഫിൽറ്ററാണ്. ഇപ്പോൾ വീഡിയോസിൽ എന്തെങ്കിലും കളർ ഫിൽറ്റർ മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, കളർ ചേഞ്ച് വരുത്താൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതൊക്കെ കളർ ഫിൽറ്ററിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കളർ ഫിൽറ്ററിൽ നിന്നും. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സാച്ചുറേഷനും ബ്രൈറ്റ്നെസ്സും ഒക്കെ അതിൽ കൂട്ടാവുന്നതാണ്, കോൺട്രാസ്റ്റും ഒക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ സാച്ചുറേഷനും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസാണ് ഇതൊക്കെ. ഇനി പിന്നെ ഉള്ളത് ഓഡിയോ ഫിൽറ്ററാണ്. നമ്മളുടെ വോയിസ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസാണ് അതൊക്കെ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അൺഡു ബട്ടണും പിന്നെ അതേപോലെ വോയിസ് ഡിലീറ്റ് ഓപ്ഷനും ഒക്കെ ലെഫ്റ്റ് സൈഡിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ മൂന്നാമതുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് വീഡിയോ ടു ഗാലറി എന്ന ഓപ്ഷൻ വരും. അതിൽ ഫുൾ HD സെലക്ട് ചെയ്യുക.
ഫുൾ HD, ഹൈ ഡെഫിനിഷൻ, അങ്ങനെ ഓരോ ഓപ്ഷൻസും ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിനി എക്സ്പോർട്ട് ചെയ്ത് ഫുൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ഗാലറിയിൽ ഈ വീഡിയോ സേവ് ആയിട്ടുണ്ടാവും. അങ്ങനെ വീഡിയോ സേവ് ആയതിനു ശേഷമാണ് നമ്മളിത് യൂട്യൂബിലേക്ക് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. എക്സ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഇപ്പോൾ ഒരുവിധം തീരാനായിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് പോലെ ഇരിക്കും അതിൻ്റെ ടൈമിങ്ങും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ മറ്റൊരു ചാനലായ ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ് എന്ന കുക്കിംഗ് ചാനലും കൂടെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിംഗ് പ്രോജക്റ്റ് തീരാനായിട്ടുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.